മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഇത് വീഡിയോയുടെ ഒന്നാം പാർട്ടാണ്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കടകം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. വർഷം 2025 ജനുവരി 14 ചൊവ്വാഴ്ച സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ്റെ രാശിമാറ്റത്തെ സംക്രമണം, സംക്രാന്തി എന്നും പറയാറുണ്ട്. രണ്ട് സംക്രാന്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മകരമാസത്തിലെ മകരസംക്രാന്തിയും കർക്കടകത്തിലെ കർക്കടക സംക്രാന്തിയും. മകരസംക്രാന്തിയോടെ ദേവന്മാരുടെ രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഇത് ഉത്തരായന സമയമാണ്. കർക്കടക സംക്രാന്തി മുതൽ ദക്ഷിണായനം ആരംഭിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം പിതൃക്കൾക്ക് ഉള്ളതാണ്. സൂര്യൻ്റെ മകരത്തിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം അടങ്ങുന്ന മേടം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. മേടം രാശിക്കാരുടെ 5-ാം ഭാവാധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്കാണ്. 10-ാം ഭാവത്തിൽ സൂര്യൻ ദിഗ്ബലിയാകുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവൽ വർദ്ധിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. മേലധികാരികളുടെ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഗവൺമെൻറ് ജോബിലുള്ളവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, പ്രൊമോഷൻ എന്നിവയൊക്കെ ലഭിക്കുന്നതുമായിരിക്കും. കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും. പിതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും. കർമ്മക്ഷേത്രത്തിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികളും നല്ലതായിരിക്കും. മേടം രാശിക്കാർ ഈ സമയത്ത് ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് എല്ലാ കാര്യങ്ങളും കപടതയില്ലാതെ ശുദ്ധ മനസ്സോടെ വേണം ചെയ്യുവാൻ. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. ഇടവം രാശിക്കാരുടെ 4-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ്. ഈ സമയത്ത് പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ഇൻകം നല്ലതാകുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, സൂര്യൻ തൻ്റെ രാശിയിൽ നിന്നും 6-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. അല്ലെങ്കിൽ പൈസ ഒരു വശത്തുകൂടെ വരികയും മറുവശത്തുകൂടെ പോവുകയും ചെയ്യുന്നതായിരിക്കും. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയിലുള്ള ലീഗൽ പ്രോബ്ലം നന്നായി ഹാൻഡിൽ ചെയ്യണം. 4-ാം ഭാവാധിപൻ, അതായത് സുഖസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ വളരെ സുദൃഢമാക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. കരിയറിൽ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ജോബ് ചേഞ്ച് ചെയ്യുക എന്നിവയെല്ലാം സംഭവിക്കാൻ ഇടയുണ്ട്. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ്. സൂര്യൻ നിങ്ങളുടെ 3-ാം ഭാവാധിപനാണ്. രാശി മാറുന്നത് 8-ാം ഭാവത്തിലേക്കാണ്. ഈ സമയത്ത് ഉദ്യോഗത്തിലുള്ളവർ സഹപ്രവർത്തകരോടും മേലധികാരികളോടും റിലേഷൻ നല്ലതാക്കി വയ്ക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ വേണം ചെയ്യുവാൻ. എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വേണം ചെയ്യുവാനും. ഈ സമയത്ത് എല്ലാ പ്രശ്നങ്ങളിലും കുടുംബാംഗങ്ങളും ബന്ധുക്കളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതേസമയം നിങ്ങളും അവരോടൊപ്പം നിൽക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടന്നു കിട്ടുകയുള്ളൂ.
ഈ സമയത്ത് സീരിയസായി രോഗങ്ങളുള്ളവർ കെയർലെസ് ആകാൻ പാടില്ല. മരുന്നുകളും മറ്റും സമയത്ത് മുടക്കം കൂടാതെ കഴിക്കണം. സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും. പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കുഴി കുഴിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ തന്നെയായിരിക്കും വീഴാൻ സാധ്യത. അതിനാൽ സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി പുണർതം 4-ാം പാദം, പൂയം, ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ്. സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിൻ്റെ അധിപനാണ്. രാശി മാറുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. ഈ സമയത്ത് ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അത് ജീവിത പങ്കാളിയായാലും മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളുമൊക്കെ ആയാലും. ചില കാര്യങ്ങളിൽ ചില സമയത്ത് വിട്ടുവീഴ്ചകളും മറ്റും ചെയ്യുന്നത് സ്ഥിതിഗതികൾ നോർമലാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതകളുണ്ടാകും. വരുമാനവും വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് പുതിയ ബിസിനസ് തുടങ്ങാനോ ഇപ്പോഴത്തെ ബിസിനസ് വികസിപ്പിക്കാനോ ആലോചിക്കുന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓവർ കോൺഫിഡൻസായി വലിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. കരിയറിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കരിയറിൽ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. വിരോധികൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. തലവേദന, ശരീരവേദന, മൈഗ്രെയിൻ എന്നിവ അലട്ടുവാനും സാധ്യതകളുണ്ട്. ഇതാണ് സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റം മേടം, ഇടവം, മിഥുനം, കർക്കടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. ബാക്കി ഉള്ള രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.